ഹായ് കൂട്ടുകാരെ, റെയിൻ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ബോഗൻ വില്ലയുടെ കെയറിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ബോഗൻ വില്ലയിലേക്ക് കൊടുക്കേണ്ട ഫെർട്ടിലൈസറിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മളപ്പോൾ അടിപൊളി ഒരു ഫെർട്ടിലൈസറുമായിട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു ഫെർട്ടിലൈസറാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെ ആയിരിക്കും. എങ്കിൽ പോലും നമ്മൾ ബോഗൻ വില്ലയ്ക്ക് ഫ്ലവർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു ടൈമിൽ ഇനി വരുന്ന സമയങ്ങളിൽ നല്ല ഫ്ലവർ കിട്ടാൻ വേണ്ടി നമുക്ക് ബോഗൻവില്ലയിൽ നല്ല ഫെർട്ടിലൈസർ കൊടുത്താൽ മാത്രമേ ആ ഒരു ഫ്ലവറിങ് നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ബോഗൻവില്ല വെച്ചാൽ നമുക്ക് എന്തായാലും ഫ്ലവർ കിട്ടും, പക്ഷേ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഫ്ലവർ കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റേതായുള്ള ഫെർട്ടിലൈസർ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡാപ്പ് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ നമുക്ക് ഡാപ്പ് ഒരു 5-6 തരി വെച്ച് എല്ലാത്തിനും ഇട്ട് കൊടുക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് നനച്ചിട്ട് വേണം നമ്മൾ ഈ ഫെർട്ടിലൈസർ കൊടുക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് NPK ആണ്. NPK 19-19 എന്ന വളമാണ് നമ്മൾ വളക്കടയിൽ നിന്ന് മേടിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് എല്ലാ വളക്കടകളിലും കിട്ടും. നല്ലൊരു ഫെർട്ടിലൈസറാണ് ബോഗൻവില്ലയ്ക്ക്. ഇത് ഫോളിയാറായിട്ട് നമുക്ക് ഇലകളിൽ അടിച്ചു കൊടുക്കാം. ഫോളിയാർ എന്ന് വെച്ചാൽ ഇലകളിൽ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഇത് കൊടുക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ രാവിലെയാണ് സ്പ്രേ ചെയ്തത്, പക്ഷേ രാവിലെ അത്ര നല്ലതല്ല. എപ്പോഴും രാസവളം കൊടുക്കുമ്പോൾ വൈകുന്നേരങ്ങളാണ് കുറച്ച് ബെറ്റർ. അപ്പോൾ വൈകുന്നേരങ്ങൾ ഒരു 5 to 6, 7 മണിക്കകത്ത് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ബെറ്റർ. കാര്യം ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഈ പ്ലാന്റ്സിന് ചിലപ്പോൾ ഇത് ചിലപ്പോൾ കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള രാസവളങ്ങൾ കൊടുക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ അടിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇതൊരു പിങ്ക് കളറിലുള്ള ഒരു വളമാണ്. പിങ്ക് കളറാണ് ഇതിൻ്റെ. മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും ഇത്. കാര്യം ഇത് ഓർക്കിഡിനും ഒക്കെ നമ്മൾ ഫ്ലവർ ചെയ്യാൻ എല്ലാ പ്ലാന്റ്സിനും അടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു വളമാണ് NPK 19-19. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡോസേജിൽ തന്നെ കൊടുക്കണം. ഒരു ചെറിയ സ്പൂണിന് 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിത് കലക്കേണ്ടത്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഒന്ന് നോക്കാം. നല്ലൊരു പിങ്ക് കളറിലാണ് ഇത് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഇതാണ് ഐറ്റം. നല്ല പിങ്ക് കളറാണ് ഇതിന്. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിലിലിട്ട് പിന്നെ നനവൊന്നും പറ്റാതെ അതേപോലെ വെയിൽ കൊള്ളാതെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അലിഞ്ഞ് കേടായി പോവും. അപ്പോൾ ഇത് വെയിൽ കൊള്ളാത്ത എവിടെയെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഈ ടിന്നിൽ നമ്മൾ എടുത്തിട്ടുണ്ട് 2 ടിന്ന്. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ടിന്നെടുത്ത് അതിൽ ഇട്ട് വെക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം നമ്മളിത് ബോട്ടിലാക്കിയിട്ടുണ്ട്. നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം താണ്ടത് ഇതിൽ നമ്മൾ ചെറിയ പഴയ ഗ്രീൻ കെയറിൻ്റെ നമ്മൾ അടിച്ചുകൊണ്ടിരുന്നതാണ് ഓർക്കിഡിന്. അപ്പോൾ അതിൻ്റെ ബോട്ടിലോട്ട് കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സ്പൂണ് ഗ്രീൻ കെയർ നമ്മൾ മേടിച്ചപ്പോൾ കിട്ടിയ സ്പൂണാണ്. ഈ സ്പൂണിന് നമ്മൾ 1 സ്പൂണാണ് 1 ലിറ്ററിന് ഉപയോഗിക്കേണ്ടത്. ഇത്രയും എടുക്കാവുള്ളൂ, കൂടുതൽ ഉപയോഗിക്കരുത്. അപ്പോൾ ഈ ഒരു സ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് നമ്മൾ തളിച്ചു കൊടുക്കേണ്ടത്. നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് 1 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെയറിലാണ് അടിക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ കൊള്ളുന്ന ഒരു സ്പ്രെയറാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതേപോലെ ഈ ഒരു സ്പൂൺ, ചെറിയ സ്പൂണാണിത്, ഒത്തിരി വലുതല്ല. അപ്പം നമ്മൾ വീട്ടിലെ സ്പൂണൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. അത് അത്യാവശ്യം വലുതാണ്. അപ്പോൾ ഇത് തീരെ ചെറിയ സ്പൂണാണ്. അപ്പം നമ്മൾ ഈ ഓർക്കിഡിൻ്റെ വളമൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നൊരു സ്പൂണാണ്. അപ്പോൾ ഇത് ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി കൊടുക്കുക. ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് അങ്ങ് അലിഞ്ഞ് ചേരും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അങ്ങ് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം അലിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്പ്രെയറിൽ ഒഴിച്ച് എല്ലാത്തിൻ്റെ ഇലകളിലും എല്ലാം നല്ലപോലെ അടിച്ചു കൊടുക്കണം.
അപ്പം നമ്മുടെ ബോഗൻവില്ലകളെല്ലാം ഈ സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും നമുക്ക് രാവിലെ നമ്മളൊന്ന് ചെറുതായിട്ട് നനച്ചായിരുന്നു ഇതിനെല്ലാം. ഒരു നനവ് കൊടുത്ത് നിർത്തിയേക്കാണ് എല്ലാം. അപ്പോൾ ഇതിൻ്റെ ഇലകളിലും തണ്ടുകളിലും എല്ലാം നല്ലപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടും ഇലകളിലെല്ലാം. ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്, ബ്ലൂബെറി ഐസ്. അപ്പോൾ രാവിലെ തന്നെ അടിക്കണം. നമ്മൾ അടിക്കുവാണെങ്കിൽ 6-നും 8 മണിക്കും ഇടയ്ക്കാണ് അടിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഇച്ചിരി ടൈം കഴിഞ്ഞിട്ടുണ്ട്, 9 മണിയോളം ആയിട്ടുണ്ട് നമ്മളിപ്പോൾ അടിക്കുമ്പം. രാവിലെ അടിക്കാമെങ്കിൽ നല്ലതാണ്. ഇത് സക്കൂറയാണ്, സക്കൂറ ബെല്ലക്കാൻ. സക്കൂറ നിറച്ച് ഫ്ലവർ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇലകളിലെല്ലാം നല്ലപോലെ വീഴത്തക്ക രീതിയിൽ നമ്മൾ അടിച്ചു കൊടുക്കുക. ഒരു 1 വീക്ക് എല്ലാ ആഴ്ചയിലും അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. NPK ചെല്ലുമ്പോഴത്തേക്ക് നല്ലപോലെ ഫ്ലവർ ചെയ്യും. അപ്പോൾ ഇത് നല്ലപോലെ നിങ്ങൾ ബോഗൻവില്ലയ്ക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ നമ്മൾ ഓർക്കിഡിനും മറ്റുള്ള എല്ലാ ചെടിക്കും നല്ലതായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. പിന്നെ നമ്മൾ ജൈവവളം മാത്രം ഉപയോഗിക്കുന്നെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് രാസവളമാണ്. ജൈവവളം മാത്രമാകുമ്പോൾ അത്രയും റിസൾട്ട് കിട്ടത്തില്ല. മാക്സിമം ജൈവവളം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. രാസവളം ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസൾട്ട് കിട്ടും. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പ്ലാന്റുകളിലെല്ലാം ഈ 19 അതേപോലെ ഡാപ്പും ഒക്കെ യൂസ് ചെയ്താണ് അവർ കൂടുതലും ഇത്രയും ഫ്ലവറിങ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്താലേ കൂടുതൽ ഫ്ലവർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ ജൈവവളം മാത്രമാണ് പലരും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം ആവശ്യത്തിന് ആവുള്ളതേ ഉള്ളൂ. നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഡോസേജ് കൂടാതെ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിലെല്ലാം ഫ്ലവർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ എല്ലാത്തിനും അടിക്കുകയാണ്, എല്ലാ പ്ലാന്റിനും നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ രാവിലത്തെ വെയിൽ കിട്ടുന്ന സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫോട്ടോസിന്തസിസ് വഴി ഈ മൂലകങ്ങൾ NPK മൂലകങ്ങളെല്ലാം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യുമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടി നല്ല ഒരു ഫ്ലവറിങ്ങും അതേപോലെ ഗ്രോത്തും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇത് തായ് ഡിലൈറ്റ് ആണ്, തായ് ഡിലൈറ്റ്. അതും ഫ്ലവർ വരുന്നുണ്ട്. ഇത് സൺറൈസ് വൈറ്റ് ആണ്, പക്ഷേ ഇതുവരെ ഫ്ലവർ വന്നില്ല. നല്ല ഗ്രോത്തായിട്ട് വരുന്നുണ്ട്. നമ്മൾ ചാണകം കൂടുതൽ യൂസ് ചെയ്താൽ ഇലകൾ കൂടുവന്നേ ഉള്ളൂ, പക്ഷേ ഫ്ലവറിങ് കുറയും. അതുകൊണ്ട് ചാണകം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. നമ്മളിങ്ങനെയുള്ള കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കാമെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. പിന്നെ ഈ സൈഡ് നമ്മൾ കഴിഞ്ഞ് ഇനി ഈ സൈഡിലും കൂടെ കുറച്ച് ബോഗൻവില്ലാസ് ഇരിപ്പുണ്ട്, ഈ സൈഡിലും കൂടെ. അപ്പോൾ ഇതിനും കൂടെ ഒക്കെ നമുക്ക് ഇനി അടിച്ചു കൊടുക്കണം. അപ്പോൾ വീഡിയോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ NPK വളം എല്ലാവരും ഉപയോഗിച്ച് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ബോഗൻവില്ലയ്ക്ക്. ബോഗൻവില്ലയ്ക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു വളം തന്നെയാണെന്ന് പറയാം. 19. അപ്പോൾ ഇതിന് വില വരുന്നത് ഏകദേശം 200-250 രൂപയ്ക്കകത്ത് വരും 1 കിലോയ്ക്ക്. 1/2 കിലോയുടെ പാക്കറ്റും കിട്ടും. 100 രൂപ കണ്ടേ ഉള്ളൂ. 1/2 കിലോയും നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.